ഗുഡ് മോർണിംഗ്. ഇത് മൺഡേ മോർണിംഗ് ആണ്. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ പാലില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു ഗ്രീൻ ടീ ഇട്ട് കുടിച്ചു. രാത്രിയിൽ അപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് രാവിലെ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ കടലക്കറി വെക്കുന്ന പോലെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. സവാളയൊക്കെ കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞിട്ടത്. ഒരു തക്കാളിപ്പഴം ഫുള്ളും പിന്നെ 2 പച്ചമുളകും ഗ്രീൻ പീസും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് അത് ഇൻഡക്ഷനിലോട്ടും വെച്ചു. ഗ്യാസ് സ്റ്റൗവിൽ ഒരടുപ്പിലോട്ട് അപ്പവും കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു. കുഞ്ഞിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുതായിട്ട് ഉണ്ടാക്കിയത്. അപ്പുറത്തെ അടുപ്പിലോട്ട് കുക്കറും വെച്ചു. ബിരിയാണിക്ക് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തു. ഒരു 2 സവാള അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും ഇട്ട് കൊടുത്തു. ചിക്കനകത്തിൽ എല്ലാ മസാലകളും കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു വിസിൽ വരാൻ വേണ്ടി അടച്ചു കൊടുത്തു. ഇവിടെ ഒരിത്തിരി മല്ലിപ്പൊടി വീണു. അതാണ് അതിലേക്കൂടെ ഒരു കൈ പോയത്. അപ്പം കുറച്ചുണ്ടാക്കി മാറ്റിയത് കൊണ്ട് ആ അടുപ്പിലേക്ക് തന്നെ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക് വറുത്ത് മസാലകളും എല്ലാം ചേർത്ത് കൊടുത്ത് കടലക്കറി അങ്ങ് വേവാൻ വേണ്ടി വെച്ചു. ഇവിടെ അപ്പോഴത്തേക്ക് ചിക്കൻ ഒരു വിസിലും വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുത്തു. കഴുകി വെച്ചിരുന്ന റൈസ്, ജീര റൈസ് ആയിരുന്നു ഇത്തവണ വാങ്ങിയത്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളവും ചേർത്തു ആവശ്യത്തിന്. 1.5 ഗ്ലാസ് അരിയും 2.5 ഗ്ലാസ് വെള്ളം ചേർത്ത് എല്ലാം ഒന്ന് അടച്ച് വെച്ച് ഒരു വിസിലടിച്ചിട്ട് എയർ പോകുന്നത് വരെ വെച്ചിരുന്നു. അത് വെന്ത് വരുന്ന സമയത്ത് ഞാനിവിടെ സലാഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പപ്പടവും കാച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് ഒനിയൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടായിരുന്നു എടുത്തത്. സാലഡിനും കുറച്ച് ഉണ്ടായിരുന്നത് എടുത്തു. പ്രത്യേകിച്ച് വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ സാധാ ഒനിയൻ്റെ ടേസ്റ്റ് തന്നെ. അപ്പം ബിരിയാണി ഏട്ടൻ്റെ പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഉള്ളതുകൊണ്ട് ആൾക്കും കൂടെ കുറച്ച് ബിരിയാണി ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. ഇത്ര എടുക്കുന്നത് ഇത്ര ആൾ കഴിക്കത്തുള്ളൂ, അതുകൊണ്ടാണ്. വളരെ കുറച്ച് കഴിക്കുന്നത് കൊണ്ടാണ് ചെറിയ പാത്രത്തിലെടുത്തത്. അത് രണ്ടുമൊന്ന് അടച്ചു കൊടുത്തു. സാലഡും എടുത്തു, പപ്പടവും പൊതിഞ്ഞെടുത്തു. പിന്നെ ഏട്ടനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏത്തപ്പഴം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാതെ അങ്ങ് പോകും. ഇപ്പോഴേ ഇവിടെ വെച്ചിട്ട് പോയി.